ദീർഘവും വിജ്ഞേയവുമായ ഒരു പ്രഭാഷണം ചെയ്യുന്നു എന്നർത്ഥത്തിലല്ല. കുറേ നന്മ നിറഞ്ഞ മനസ്സുകളുടെ സ്നേഹാർദ്ദമായ മനസ്സിൻ്റെ ഉടമകളായ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിൽ പങ്കുചേരുന്നു എന്നർത്ഥത്തിലാണ് സ്വന്തം നിലക്ക് ഞാൻ എൻ്റെ വാക്കുകളെ നോക്കിക്കാണുന്നത്. കുമാരനാശൻ പാടിയതുപോലെ ഇതൊരു ബഹുകാര്യകാരിയായ യോഗമാണ്. പല കാര്യങ്ങൾ, പല ആശയങ്ങൾ, പല അർത്ഥചിന്തകൾ ഇതിലൂടെ നടക്കും എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇന്നത്തെ പിഴച്ച കാലഘട്ടത്തിൽ അയഥാർത്ഥമായ മൂല്യങ്ങളുടെ പിറകെ പോകുന്ന പിഴച്ച കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, മനുഷ്യ നന്മയെക്കുറിച്ച് ഒക്കെയുള്ള വലിയ സങ്കല്പങ്ങളുമായി ജീവിക്കുന്ന കുറേ പേരെ കാണുന്നതിലുള്ള സന്തോഷം വളരെ വലുതാണ്. എനിക്ക് ശിഷ്യസ്ഥാനീയരായ വളരെ അടുപ്പമുള്ള കുറേ പേർ, ഇക്ബാലും ഡേവീസും ഗോപാലകൃഷ്ണനും ഒക്കെ ഇതിൻ്റെ പിന്നിൽ സർവാത്മന പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്നെ സന്തോഷഭരിതനാക്കുന്ന കാര്യമാണ്. ഡേവീസിൻ്റെ പുസ്തകം സത്യത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പ്രകാശനം സത്യമെന്നതിലൂടെ മനുഷ്യനാവുന്നു എന്ന് വിശേഷിപ്പിച്ച വീട്ടിയുടെ മകൻ പ്രകാശനം ചെയ്തു എന്നത് വളരെ നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു. ഡേവീസിൻ്റെ പുസ്തകം ഞാൻ വായിച്ചു. അനേകം തലങ്ങളിലേക്ക്, അനേകം മാനങ്ങളിലേക്ക്, അനേകം ചിന്തകളിലേക്ക് നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായ എന്ന് തന്നെ പറയാവുന്ന ഒരു ഗ്രന്ഥമാണത് എന്ന് പറയാൻ എനിക്കേറെ സന്തോഷമുണ്ട്. എൻ്റെ പ്രഭാഷണം ഒരു വിഷയത്തിൻ്റെ സങ്കുചിതത്തിൽ നിന്ന് അനേകം തലങ്ങളിലേക്ക്, അനേകം മാനങ്ങളിലേക്കൊക്കെ നമ്മെ കൊണ്ടുപോയതിലുള്ള സന്തോഷവും ഞാൻ അനുഭവിക്കുന്നു. തീർച്ചയായും യുദ്ധം വരെയുള്ള കാര്യങ്ങളിലേക്ക് അത് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഓർത്തു, പ്രശസ്തരായ വലിയ എഴുത്തുകാരുടെ, പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യരൂപമെന്ന് വിശേഷിക്കപ്പെട്ട നോവലിലെ അധികാരന്മാരായ ആൾക്കാർ, ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസും, ഹെമിംഗ്വേയുടെ ഫോർ ഹൂം ദ ബെൽ ടോൾസും, റിമാർക്കിൻ്റെ ഓൾ ക്വയറ്റ് ഇൻ ദ വെസ്റ്റേൺ ഫ്രണ്ട് തുടങ്ങിയ ലോകപ്രസിദ്ധമായ നോവലുകളിൽ മനുഷ്യ സമാധാനത്തെക്കുറിച്ച്, മനുഷ്യ സ്നേഹത്തെക്കുറിച്ചുള്ള ഉദ്ദീപ്തമായ സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. വാർ ആൻഡ് പീസിൽ യുദ്ധവും സമാധാനത്തിൽ വെടികൊണ്ട് വീണ പിയർ ആകാശത്തിലൂടെ നിർബാധം പോകുന്ന മേഘങ്ങളോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. മനുഷ്യ മനസ്സിലെ ഒടുങ്ങാത്ത സമാധാനവാഞ്ചയുടെ സുമധുരമായ സിംബലായി മേഘത്തെ ടോൾസ്റ്റോയ് എടുത്തു കാണിക്കുകയും അതിലൂടെ മനുഷ്യൻ്റെ സ്നേഹവായ്പിനെ, മനുഷ്യൻ്റെ സമാധാനവാഞ്ചയെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിൽ തീർച്ചയായും ഇന്നത്തെ കാലത്ത് വന്ന ഒട്ടേറെ ദുരിതങ്ങളുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യ നന്മയെ പറ്റിയുള്ള സങ്കല്പങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആഘോഷിക്കേണ്ടിയിരിക്കുന്നു. വലിയ ആശയങ്ങൾക്കും വലിയ ആദർശങ്ങൾക്കും വേണ്ടി നമ്മൾ ചൊരിയുന്ന കണ്ണുനീരും വിയർപ്പുമാണ് ജീവിതത്തിൻ്റെ ധന്യത. ആൽഡസ് ഹക്സ്ലി, പ്രസിദ്ധ എഴുത്തുകാരനായ ആൽഡസ് ഹക്സ്ലി മനുഷ്യജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചതിൻ്റെ ഫലമായി പറയുന്നൊരാശയമുണ്ട്. ഹക്സ്ലി പറയുന്നത് മനുഷ്യൻ ഒരു ബഹുമേഖലാ ജീവിയാണെന്നാണ്. മനുഷ്യന് ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് മാനങ്ങളുണ്ട്. പല മാനങ്ങളിൽ, പല തലങ്ങളിൽ ജീവിക്കാൻ കഴിയുന്ന ഓരോ ഒരു വ്യക്തിയാണ് മനുഷ്യനെന്ന് വളരെ ഭംഗിയായി ആൽഡസ് ഹക്സ്ലി സൂചിപ്പിക്കുന്നുണ്ട്. അവൻ്റെ സോഷ്യലായ തലം, അവൻ്റെ ഈസ്തറ്റിക്സായ തലം, എന്തിന് അവൻ്റെ സ്പിരിച്വലായ തലം പോലും മനുഷ്യൻ അവകാശപ്പെട്ടതാണ് എന്നൊരു വാദത്തിലൂടെയാണ് ആൽഡസ് ഹക്സ്ലിയെ പോലെയുള്ള എൻസെൻ മീൻസും ബിരിയൻ ഫിലോസഫിയും ബ്രെയിൻ ന്യൂ വേൾഡും ഒക്കെ എഴുതിയ ആൽഡസ് ഹക്സ്ലി കടന്നു പോകുന്നത്. അവിടെ ഞാൻ സന്തോഷത്തോടെ കേട്ടു ഈ വിഷയത്തിൻ്റെ ഡയമെൻഷനിലേക്ക് കെയ്യൻ കടന്നുപോയത്. മാർക്സിനെ കുറിച്ച്, ബർട്രാൻഡ് റസ്സലിനെ കുറിച്ച്, ഫ്രീഡ്മാനെ കുറിച്ച് ഒക്കെ അദ്ദേഹം പറഞ്ഞ വയസ്സുകൾ, ഡെറിഡയെക്കുറിച്ച് ഒക്കെ പറഞ്ഞ ആശയങ്ങൾ, അതിലൂടെ സമർത്ഥിച്ച സിദ്ധാന്തങ്ങളൊക്കെ വളരെ അർത്ഥവത്തായി തീരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നമ്മളെപ്പോഴും ഗ്ലോബലൈസേഷനെ പറ്റി പറയാറുണ്ട്. പക്ഷേ ഗ്ലോബലൈസേഷനേക്കാൾ പ്രധാനമായതാണ്, ആഗോളവൽക്കരണത്തേക്കാൾ പ്രധാനമായതാണ് മനുഷ്യവൽക്കരണം എന്ന ആശയക്കാരനാണ് ഞാൻ. മനുഷ്യവൽക്കരണമാണ് ഇന്നത്തെ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം എന്നത് വളരെ അർത്ഥപൂർണ്ണ കാര്യമാണ്. ഈ കാലഘട്ടത്തെ നിർമ്മിച്ച പ്രധാന ഗ്രന്ഥങ്ങളിൽ ഒന്ന് എന്ന് ലോകത്തിലെ വലിയ എഴുത്തുകാർ വിശേഷിപ്പിക്കുന്ന നോബൽ സമ്മാനം കിട്ടിയ
ഫ്രഞ്ച് സാഹിത്യകാരനായ ആൽബർട്ട് കാമുവിൻ്റെ റബൽ എന്ന അതിവിഖ്യാതമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം സ്ഥാപിക്കുന്ന അതാണ്. കലകൾക്കുള്ള ആയിഷ വളരെ ആരാധ്യയായ ആയിഷ സൂചിപ്പിച്ചതുപോലെ കലകളിലൂടെയാണ് ഇതിന് ഏറ്റവും അധികം വലിയ മാനങ്ങൾ നൽകാവുന്നത് എന്ന ഒരു അഭിപ്രായമാണ് കാമുവിൻ്റെ റബൽ എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥം നൽകുന്നത്. അപ്പം ഞാൻ പറയുന്നത് ചെറിയ കാര്യങ്ങളിൽ നിന്ന് വലിയ ആശയങ്ങളുടെ ഒരു സീമയിലേക്ക് പോകാനുള്ള പ്രാപ്തി ഇത്തരം സംഗമത്തിനുണ്ട്. അത് ഭംഗിയായി കെയ്യൻ സൂചിപ്പിക്കുകയുണ്ടായി. ആ അർത്ഥത്തിൽ വലിയ എപ്പോൾ വേണമെങ്കിലും വിധിക്ക് തല്ലിപ്പെടുത്താവുന്ന ഈ ജീവിതത്തിൽ വലിയ ആശയങ്ങൾക്ക്, വലിയ ആദർശങ്ങൾക്ക്, വലിയ നന്മകൾക്ക് ഒക്കെ വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ മാന്യത. ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഫ്രഞ്ച് സാഹിത്യകാരന്മാരും റഷ്യൻ നോവലിസ്റ്റുകളും ജർമ്മൻ ഫിലോസഫേഴ്സും ഒക്കെ തന്നെ തീർച്ചയായും ആലോചിച്ചിരുന്നത് അത്തരം ഒരു വഴിയിലൂടെയായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മൾ ടു ഹാവ് ഓർ ടു ബി എന്ന് റിഫോം ചോദിക്കുന്ന പോലെ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം അതാണ്. ഒന്ന് ടു ഹാവ്, നേടലിൻ്റെ കാലം. പെട്ടെന്ന് ടു ബി, ഞാനും ഞാനായി തീരുവാൻ മോഹം എന്ന് കളമൻ രാമകൃഷ്ണൻ പാടിയ പോലെ നമുക്കുള്ള ജീവിതത്തെ ഏറ്റവും അർത്ഥപൂർണമായി, ഏറ്റവും നന്മയോടുകൂടി, ഏറ്റവും സ്നേഹത്തോടു കൂടി ജീവിക്കുക. ജീവിതത്തെ പറ്റിയുടെ റസലിനെ പറ്റി പറയുമ്പോൾ ഞാൻ അഭിമാനത്തോടെ കേൾക്കുകയായിരുന്നു. റസലിൻ്റെ പുസ്തകങ്ങളൊക്കെ, റസലിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ റസൽ തൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, സ്റ്റോറി ഓഫ് ഫിലോസഫി, സ്റ്റോറി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി, കോൺക്വസ്റ്റ് ഓഫ് ഹാപ്പിനെസ്, മാരേജ് ആൻഡ് മോറൽസ്, ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ തുടങ്ങിയ റോസ് ടു ഫ്രീഡം, കോൺക്വസ്റ്റ് ഓഫ് ഹാപ്പിനെസ് തുടങ്ങിയ അനവധി ഗ്രന്ഥങ്ങൾ രചിച്ച ബെർട്രാൻഡ് റസൽ അവസാനം ജീവിതത്തിൻ്റെ മഹത്വത്തെ പറ്റി പറയുന്നത് ഒതുങ്ങി പറയാം. ഇതാണ് സ്നേഹത്തിൻ്റെ ലൈഫ് ഇൻസ്പയർഡ് ബൈ ലവ് ആൻഡ് ഗൈഡഡ് ബൈ നോളേജ്. സ്നേഹത്താൽ പ്രചോദിതവും ജ്ഞാനത്താൽ നിയന്ത്രിതവുമായ നല്ല ജീവിതമെന്ന്. ആ അർത്ഥത്തിൽ സ്നേഹപൂരിതമായ ജീവിതം നയിച്ച, എല്ലാവിധ മനുഷ്യത്വത്തെ ചെറുതാക്കുന്ന എല്ലാവിധ സംഭൂയത്വത്തിനുമെതിരായി ജാതി, മതം തുടങ്ങിയ നമ്മളെ ചെറുതാക്കുന്ന എല്ലാവിധ ചിന്തകൾക്കും അതീതമായി ശുദ്ധമായ മനുഷ്യ സ്നേഹത്തിൻ്റെ, ശുദ്ധമായ നന്മയുടെ, വിശാലമായ ലോകവീക്ഷണത്തിൻ്റെ, ഗീതാകാരൻ വാഴ്ത്തിപ്പറഞ്ഞ വിശ്വദൃഷ്ടിയുടെ മനോഭാവത്തോടുകൂടി ജീവിക്കാൻ തയ്യാറായ, ഒരു കണ്ണീരും കിനാവുമായി ജീവിച്ച കുറേ പേരെ ഓർക്കുന്നു നമ്മൾ തീർച്ചയായിട്ടും. ഇന്ത്യക്ക് ഏറ്റവും ശ്രദ്ധേയമായ മൂല്യങ്ങൾ നൽകിയത് ഇവിടെ എൽ ബഷാർ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ചുരുങ്ങിയത് 11 സംസ്കാരങ്ങളെങ്കിലും കൂട്ടിച്ചേർന്നൊരു സംസ്കാരമാണ് ഇന്ത്യ. ഉൾക്കൊള്ളലാണ് ഇന്ത്യയുടെ തത്വശാസ്ത്രം എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി അനേകം ഉദാഹരണങ്ങൾ പറയുകയാണ്. ഇന്ത്യയെ ഏറ്റവും ബഹുമാനിക്കേണ്ടവരാരാ? ഞാൻ ഏറ്റവും ഒതുക്കി പറഞ്ഞാൽ 5 പേരുടെ പേര് പറയും. ഒന്ന് പുണ്യപ്പിറപ്പായ ബുദ്ധൻ, മറ്റൊന്ന് സാഗരാജല സേവിതമായ ഭാരതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ച് സമസൃഷ്ടങ്ങളുടെ കണ്ണൂർ തുടച്ച മഹാത്മാഗാന്ധി, 3 പുതിയ രാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി സമരം ചെയ്ത ജവഹർലാൽ നെഹ്റു, മറ്റൊന്ന് ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്ന രവീന്ദ്രനാഥ് ടാഗോർ, മറ്റൊന്ന് ഏറ്റവും മതസ്ഥർക്ക് വേണ്ടി പോരാടിയ അംബേദ്കർ. ബുദ്ധൻ, ഗാന്ധി, നെഹ്റു, ടാഗോർ, അംബേദ്കർ തുടങ്ങിയ ഏറ്റവും മൂല്യവത്തായ ജീവിതത്തിന് വേണ്ടി തങ്ങളെ സമർപ്പിച്ച അവരുടെ ആശയങ്ങളും ആദർശങ്ങളുടെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ ആശയങ്ങളുടെ, ആ ആദർശങ്ങളുടെ ക്രിയാത്മകമായ വ്യാഖ്യാനമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ജീവിച്ച കുറേ പേർ ജീവിതത്തിൻ്റെ എല്ലാ തല്ലും ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ വലിയ സങ്കല്പങ്ങൾക്കും വലിയ ലക്ഷ്യങ്ങൾക്കും വലിയ ആദർശങ്ങൾക്കും വേണ്ടി ജീവിച്ച കുറേ പേരെ അവിടെ ആദരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു ധന്യതയാണ്. അത് പലരും മിക്കവരും തന്നെ എനിക്ക് വളരെ അടുപ്പവും ഇഷ്ടവും മമതയുള്ളവരാണ്. അവരെപ്പറ്റി ദീർഘമായി പറയാൻ എനിക്ക് കഴിയും. ഔചിത്യബോധം കൊണ്ട് ഞാൻ തോന്നിയൊന്നില്ല. തീർച്ചയായും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കൈയെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങളുടെ പുറകിൽ പോകുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതത്തെ നമ്മൾ ഏറ്റവും ശുദ്ധമാക്കി വെക്കുക എന്നുള്ളതാണ്. വെയിറ്റിംഗ് ഫോർ ഗോദോവിൻ്റെ പറ്റി കയ്യൻ പറയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാക്യമുണ്ട്. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുകയാണ്, ഏകവചനം ബഹുവചനത്തിൽ ലയിച്ചു പോകുന്നു എന്നുള്ളതാണ്. നല്ല ആശയമാണ്. ഒറ്റയായ മനുഷ്യൻ ആണ്
ഏകവചനം ഈ ഒരു സമഷ്ടിയുടെ ഭാഗമായി വരികയും സമഷ്ടിയുടെ പൽചക്രമായി മാത്രമായി മനുഷ്യൻ മാറുകയും ചെയ്യുന്നത് ദുഃഖകരമാണ്. വാല്യൂസ് ഉള്ളത്, മൂല്യങ്ങളുള്ളത്, മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നത് ഒറ്റ വ്യക്തികൾക്കും മനുഷ്യനുമാണ് എന്നാണ് ഈ വെയിറ്റിംഗ് ഫോർ ഗോഡോവിൻ്റെ കർത്താവായ നോബൽ സമ്മാനം കിട്ടിയ നാടകൃത്തായ സാമുവൽ ബക്കറ്റ് സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ നമുക്കുള്ള ഓരോരുത്തർക്കും വലിയ സങ്കല്പങ്ങൾ, വലിയ ആശയങ്ങൾ, ആദർശങ്ങൾ, വലിയ സ്നേഹാർദ്ദമായ മനസ്സിൻ്റെ ഉടമകളായി വർദ്ധിക്കുക. അവിടെയാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സെക്യുലറിസവും സ്വാതന്ത്ര്യബോധവും ജീവിതത്തിൻ്റെ വിശുദ്ധിയും നന്മയും പരോപകാര പ്രവണതയും തുടങ്ങിയ നീതിബോധവും ഒക്കെ നമ്മുടെ ഭരണഘടനയിലും ഒക്കെ വരുന്ന അനേകം മഹാഗ്രന്ഥങ്ങളൊക്കെ മഹാരായ എഴുത്തുകാരന്മാരെ സൂചിപ്പിക്കുന്ന ആ മൂല്യങ്ങൾ പാലിക്കാൻ വേണ്ടി ജീവിതം നീക്കിവെച്ച കുറേ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, നന്മ നിറഞ്ഞ മനസ്സുകളെ അഭിനന്ദിക്കാനും ഇന്ന് ഏറ്റവും പ്രസക്തമായ അത്തരം ആശയങ്ങളെ വീണ്ടും പറഞ്ഞുറപ്പിക്കാനും ഈ യോഗത്തിന് കഴിയുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നമുക്കില്ലായ്മയും വല്ലായ്മകളും ഉണ്ടാവാം. കുമാരനാശാൻ്റെ ഭാഷയിൽ താഴത്തെ സമഭൂമിയിൽ ജീവിതത്തിൻ്റെ തല്ലേറ്റ് കഴിയുമ്പോഴും ആകാശം നഷ്ടപ്പെട്ട ഇന്ത്യ എന്ന് സുകുമാരടിക്കോട് വിലപിച്ചതുപോലെ വിലപിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ടാഗോറൊക്കെ പാടിയ രീതിയിൽ വലിയ തലങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയട്ടെ, അതിന് ഈ സന്ദർഭം ഉപകരിക്കട്ടെ എന്ന് സർവാത്മന ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു.